സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ബസ്സിൽ വർക്ക് ചെയ്യണവർ അവർ ആ ഡ്രൈവിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് പറയണത് ഒരു അഭിമാനത്തോടു കൂടിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇപ്പം ഇപ്പം ഏത് കമ്പനി ആവട്ടെ, ഞാൻ കമ്പനികളുടെ പേര് പറയുന്നില്ല, അവർക്ക് ട്രെയിനിൽ ഒരു ഡിസ്കൗണ്ട്, പിന്നെ ഇവിടെയുള്ള മിക്ക ഷോപ്പിംഗ് ഹാളിൽ മിക്ക ഷോപ്പുകളിൽ ഡിസ്കൗണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ ഒരു ഇപ്പം നമുക്ക് ഒരു മക്കളുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ പോയി പറയും എൻ്റെ അച്ഛൻ ഡ്രൈവറാന്ന് പറയുമോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അവരുടെ ഡ്രസ് കോഡാണെങ്കിലും എല്ലാം കൊണ്ടും ഇത് ഭയങ്കരമായിട്ട് ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിന് വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ചില കമ്പനിയിൽ ഫാമിലിക്ക് വരെ ഫാമിലി മീൻസ് ഫുൾ ഫാമിലി അൺമാരീഡ് ചൈൽഡ് ആണെങ്കിൽ അവർക്ക് ഇത് കിട്ടും, പാസ് കിട്ടും. അത് ട്രെയിനിലും കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കാത്തോണ്ടാന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ വെച്ചാല് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഡ്രൈവറും ഇവിടുത്തെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഇപ്പൊ KSRTC അവർക്ക് ഉള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് ഡ്രൈവർ എന്നുള്ള ഒരു ഇതിനെക്കാട്ടിലും കൂടുതൽ നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട് ഇവിടെ. അതായത് ഇത് ഒരു ഒത്തിരി എന്താ പറയുക, നമ്മൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ബസ് ഓടിക്കാൻ പോകുന്നുള്ളതാണ്, അല്ലെ ഹെവി ബസ് വണ്ടി ഓടിക്കാൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ബേസിക് ക്വാളിറ്റീസ് നമുക്കും വേണം. നമ്മൾ ജസ്റ്റ് ഓടിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മളൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിലും ബസ് ഓടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോബിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക 10% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി 90% ബാക്കി തിങ്സ് ആണ്, ഈ കസ്റ്റമർ സർവീസും അത് ഇതെല്ലാം കൂടെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്, അതിനുള്ള എന്താ പറയണേ ബെനിഫിറ്റ്സും നമുക്ക് തരുന്നുണ്ട്. ആൾക്കാരുടെ നമ്മുടെ ഉള്ള അപ്പോയിൻമെന്റ് ആണെങ്കിലും വ്യത്യാസമാണ്. അതെ അതെ. പിന്നെ അതുമല്ല ഒരേ കമ്പനിയുടെ പോളിസീസ് ആണെങ്കിൽ അടിപൊളിയാണ്. ഒരു ഡ്രൈവർ ആണെങ്കിൽ 5 മണിക്കൂർ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പാടില്ല. അത് ലീഗലി കമ്പനിയുടെ പോളിസി അല്ല, ഇവിടുത്തെ ഡ്രൈവിംഗ് ലോ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ, ഒരാൾ ഇത്ര ഓടിക്കാൻ പാടില്ല? പക്ഷെ ഇതെല്ലാം ഇവിടെ ട്രാക്ഡ് ആണ്. നമ്മൾ ഒരു ചിപ്പ് കണക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മൾ കൊടുക്കണ ബ്രേക്ക്, നമ്മൾ ഹാഷ് ബ്രേക്ക് ആണോ, നമ്മൾ ഒരു വളവ് എല്ലാം റെക്കോർഡിങ്ങിലാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? ചിലവരിക്കും വളക്കണുണ്ടോ, ഞാൻ ഓർക്കും അത് നമ്മളെ കൂടെ എടുത്തോണ്ട് പോകുന്നു ഓർക്കും. വട്ടം വളക്കലാണ്, എപ്പോൾ വളയ്ക്കുമെന്ന് പറയാനും പറ്റൂല. ഇവിടെ നമുക്ക് ഈ ഹാഷ് ബ്രേക്കിങ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ സ്കോർ ഉണ്ട്. അപ്പോൾ വീക്കിലി നമുക്ക് ആ സ്കോർ മെയിൽ വരും. അപ്പൊ നല്ല സ്കോർ ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് ചെറിയ ബോണസ് കിട്ടും. സ്കോർ അപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ മീൻസ് നമ്മള് അവര് വിളിച്ചിട്ട് നമുക്ക് മീറ്റിംഗ് വരും, എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓടിക്കുന്നത് ഒരു ചെറിയ പിന്നെ ഒരു ട്രെയിനിങ് പോലെ ഒരു ചെറിയ ഇപ്പൊ ഗ്രീൻ റോഡ് എന്ന് പറയണേന്. അപ്പൊ അതിപ്പോ റെഡ് ആണെന്ന് വെച്ചോ, ഇപ്പൊ അത് ഗ്രീനിലാണ് നിക്കണ്ടേ. ഇപ്പൊ റെഡ് ആണെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ സ്കോർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ നമ്മളെ വിളിക്കും, എന്നിട്ട് പറയും ഇന്ന സ്കോർ കൂടുതലാണ് ശ്രദ്ധിക്കണമെന്ന് പറയും. എന്നിട്ടും വരാണെന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് ലെറ്റർ പോലെ തരും. എന്നിട്ട് നമ്മൾ ട്രെയിനിങ് സ്കൂളിലേക്ക് വിടാം, ഒന്നുകൂടി കുറച്ച് ട്രെയിനിങ് ഒന്ന് പക്കയാക്കിയിട്ട് വിടും. നമ്മുടെ നാട്ടിലേക്ക് ഒരേ ബസ് കാണുമ്പോൾ പേടിയാവും. ഒരു ബസ്സിന്റെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇടുപ്പായിരിക്കും വന്നത്. ഞാനൊന്ന് വണ്ടി ബൈക്കിൽ പോയി ഒന്ന് ഇടിച്ചതാ +2 കഴിഞ്ഞപ്പോൾ. അല്ല ഇവിടെ വെച്ച് മീൻസ് ഇത് നമ്മുടെ ഒരു സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വണ്ടിയിലൊക്കെ ഈ പോലെ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും, പ്രാം ഉണ്ടാവും, മീൻസ് കുട്ടികളെ കൊണ്ട് കയറുന്നവരുണ്ടാവും, വീൽ ചെയർ ഉണ്ടാവും, കുട്ടികളെ കൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഒരു സേഫ്റ്റി പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു എന്താ പറയുക ഇങ്ങനെ ആ ഒരു ഹാഷ് ബ്രേക്കിംഗ് ഒന്നും പാടില്ല, സ്റ്റിയറിങ് അതുപോലെ ഇത് എല്ലാം കണക്റ്റഡ് ആണ്. ഇത് ബ്രേക്കിംഗ് മാത്രമല്ല, ബ്രേക്കിംഗ് സ്റ്റിയറിംഗ് നമ്മൾ വണ്ടി നമ്മുടെ നാട്ടിൽ വീശിയെടുക്കാന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ പരിപാടികളൊക്കെ പറ്റില്ല. ലൈൻ ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര ഇതാണ് അതിനകത്ത്. അപ്പോൾ ബ്രേക്ക് നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതിനകത്ത് ഈ ശരിക്കും നമ്മുടെ റോഡിലെ ട്രാഫിക് സിഗ്നൽ ഇല്ലേ, അതുപോലെ തന്നെയാണ് ഗ്രീന്, ആംബർ, റെഡ്. അപ്പോൾ ആംബർ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിച്ചു അവിടെ ഓൾറെഡി. റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാത്ത രീതിയിൽ എന്തോ ചെയ്തെന്നുള്ളതാണ്. അല്ല പിന്നെ ഇവർക്കിടെ ഒരേ സിറ്റീസിന് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിനെല്ലാത്തിനും കാര്യം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പോപ്പുലേഷൻ കൂടിയോണ്ടാണ് തോന്നുന്നു രണ്ടുപേരും തീർന്നാലും കുഴപ്പമില്ലാത്ത. മാത്രമല്ല ഇവർക്ക് ഇപ്പൊ നമ്മുടെ ഡ്രൈവിങ് എന്തെങ്കിലും പ്രശ്നം ഇതെന്തെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് അപ്പൊ തന്നെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം നല്ലത് ചെയ്താലും അവർ വിളിച്ച് ഡ്രൈവർ നല്ലോണം ചെയ്തു അപ്രിസിയേഷൻ തരുന്നു. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും വൗച്ചറോ എന്തെങ്കിലും തരുകയും ചെയ്യും. അല്ല നമ്മൾ സത്യം അതൊരു നല്ലൊരു കാര്യമാണ്. കാര്യം ഞാൻ ലണ്ടനിലേക്ക് സ്റ്റേജ് കോച്ച് നാഷണൽ എക്സ്പ്രസ് ഫ്ലെക്സിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറണ പോലെയാണ്. അവർ കയറുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ പേര് ഇതാണ്, ഇന്ന സ്ഥലത്തോട്ടാണ് പോണത്, ഇന്ന സമയത്ത് എത്തും. ഇറങ്ങി കഴിയുമ്പോഴും അവർ പറയും നിങ്ങൾ എൻജോയ് ചെയ്തോ. അപ്പോൾ ചിലപ്പോഴേക്കും എല്ലാവരും ക്ലാപ്പ് അടിക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു അപ്രിസിയേഷനാണ്. പക്ഷെ ഞാൻ നാട്ടിലൊരു 26 വർഷമുണ്ട്, ഇന്നേ വരെ ഒരു ഡ്രൈവർ നല്ലതെന്ന് പറഞ്ഞു ഞാൻ കൈ കൊട്ടിയിട്ടില്ല. സത്യം അവരിറങ്ങി കഴിഞ്ഞാൽ നമ്മളോട് താങ്ക്സ് പറഞ്ഞിട്ട് അവരാണ്. അതിവിടെ ഒരു 99% അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ചെയ്ത് താങ്ക്സ് അല്ലെങ്കിൽ നമുക്കൊരു ഹാവ് എ നൈസ് ഡേ അവർ വിഷ് ചെയ്തിട്ടൊക്കെയാണ് എല്ലാവരും ഇറങ്ങി പോകുന്നത്. അപ്പം
പിന്നെ ചെയ്യാത്തതായിട്ടുള്ളത് നമ്മുടെ മലയാളികള് അല്ലെങ്കിൽ സമയമില്ലല്ലോ. ഇന്ത്യക്കാര് അങ്ങനെ സമയമില്ലല്ലോ. അവര് വരുമ്പോഴാണ് ഇപ്പൊ നാട്ടിലെ പോലെ തന്നെ ഇറങ്ങിപ്പോ എന്തായാലും നമ്മൾ അത് ചിലപ്പോ നാണുണ്ട് അവിടെ. നമ്മള് ഇപ്പൊ എനിക്ക് ഞാൻ വന്ന സമയത്ത് മലയാളികളാണെങ്കിൽ താങ്ക്സ് പറയണം നാണായിരുന്നു. നമ്മൾ ഒരു നാട്ടുകാരാണല്ലോ, ചെറിയൊരു മടി ഉണ്ടാവില്ല നമുക്ക് പറയാനായിട്ട്. അതല്ല, പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ക്ഷമ നമ്മൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ബസ്സിലാണെങ്കിലും ഒരു വണ്ടിയുടെ പുറകിൽ വന്നു കഴിഞ്ഞാൽ ഓൺ അടിക്കലോ അല്ലെങ്കിൽ അവർ ക്യൂ നിന്ന് കയറണതോ, അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഇവർക്കൊക്കെ ഇതിന് മാത്രം സമയം അവിടെ, നമുക്കൊന്നിനും സമയമില്ല. ഇവർക്കാണെങ്കിൽ സമയം കൂടുതലും. ചുമ്മാ നമ്മൾ വന്ന് നിന്നാലും നീ പോ ഈ പറച്ചിലാണ് ഇവരെപ്പോ നോക്കിയാലും. അതെ അതെ, ഇവിടെ അങ്ങനെ എല്ലാവരും ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ തിക്കി തിരക്കി ബസ്സിൽ കയറുന്നത്. ഇല്ലെന്നല്ല, ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ ലൈനിൽ നിന്ന് തന്നെ ഉന്തുവണ്ടി കൊണ്ട് വരുന്ന ആളാണെങ്കിലും ഇപ്പൊ പൊസിഷനെ കൊണ്ട് വരുവാണെങ്കിൽ അവരവിടെ നിന്നിട്ട് പറയും. അമ്മൂമ്മമാര് നമ്മളിപ്പോ ഒരു കുട്ടീനെ കൊണ്ട് വരികയാണെങ്കിൽ അമ്മൂമ്മ അവിടെ ഇങ്ങനെ വാക്കറിൽ പിടിച്ചോണ്ട് പോകും, എന്നിട്ട് ആ കുട്ടീനെ കൊണ്ട് കയറാൻ പറയും. പിന്നെ ഈ ഒരു മെയിനായിട്ടുള്ള ഇപ്പം നിങ്ങൾ 3 പേരും ഫാമിലി മെമ്പേഴ്സാണ്, 3 പേർക്കും മക്കളുള്ളതാണ്. പുണ്യചേട്ടനാണെങ്കിലും നിജോനാണെങ്കിലും എല്ലാവർക്കും മക്കളുള്ളവരാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ജോബിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് വിത്ത് ഫാമിലി ഈ ജോബ് പോണത്? ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മളിപ്പം എന്താണ് നമ്മുടെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ അവരോട് പറയുക. അതിനകത്ത് നമുക്ക് റിക്വസ്റ്റ് ഇടാനുള്ള സംഭവം ഉണ്ട്, എനിക്ക് ഇന്ന ദിവസം ഓഫ് വേണം അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്ക് ഇന്ന ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അവരൊരു ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്യുന്നതിന് നമുക്ക് അവരെ ഇൻഫോം ചെയ്യാം. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ എന്താണ് കുടുംബമായിട്ട് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഇപ്പം നാളെ എനിക്ക് ഡ്യൂട്ടി എനിക്ക് നാളെ പോകാൻ പറ്റില്ല, ഇതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടെല്ലാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. നമ്മൾ ഫാമിലി അതുപോലെ തന്നെ ചൈൽഡ് കെയർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ചൈൽഡ് കെയർ ആയിട്ടൊന്നും ഇല്ല, എന്നാൽ പോലും എനിക്കിപ്പോൾ ഒരു ആവശ്യം വീട്ടിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യം ഒരു ഏർലി ഇൻഫോം ചെയ്യുക. കാരണം അവരൊന്ന് ഡ്യൂട്ടി ഷെഡ്യൂളായി വന്ന്, കാരണം വെച്ചാൽ നമ്മളൊരു ഡ്യൂട്ടിയൊക്കെ മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇൻറ്റേർണലി നമുക്ക് തന്നെ മാറാം. ഇപ്പോൾ ഞാൻ ആൽവിനെ വിളിക്കണം, ആൽവിനെ എൻ്റെ ഡ്യൂട്ടി ഒന്ന് ചെയ്യാമോ, നമുക്ക് അങ്ങനെ ഒന്നെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് ട്രാഫിക് ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റിത്തരും, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പിള്ളേരായിട്ട് മാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വൈഫും ഹസ്ബൻഡും ജോലി ചെയ്യുമ്പോഴത്തേനും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ഇതിപ്പം സാറിന് ഇപ്പം NHC കയറി കഴിഞ്ഞാൽ 3 ദിവസം ഹസ്ബൻഡ് വൈഫ് ചെയ്യാം, 3 ദിവസം വൈഫിന് ജോലി ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീക്കിലി 4-5 ഡേയ്സ് വർക്കിംഗ് ആണ്. ടൈമിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏർലി മോർണിംഗ് തൊട്ട് ഒരു ഉച്ച വരെ ആയിരിക്കും, ഈവനിങ് എന്ന് പറഞ്ഞാൽ ഉച്ച തൊട്ട് നൈറ്റ് വരെ ആയിരിക്കും. അപ്പം നമുക്ക് ഇപ്പം കൂടുതലിപ്പം നമ്മുടെ വൈഫൊക്കെ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അവരുടെ ഡേ എടുത്താലും നൈറ്റ് എടുത്താലും ഒരു പിള്ളേരെ കൊച്ചിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. മീൻസ് 3-4 മണിക്കൂർ നമുക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. നമ്മുടെ 5 ഡേയ്സ് ഉണ്ടല്ലോ ഈ NHSന്റെ. ഇപ്പം നിജ പറഞ്ഞാൽ 3 ഡേയ്സ് പോയാൽ മതിയല്ലോ, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ട് അങ്ങനെ വരില്ല. എനിക്കിപ്പോൾ ചൈൽഡ് കെയറിൻ്റെ ആവശ്യം വന്നില്ല, കാരണം വീട്ടിൽ പപ്പയും മമ്മി ഉണ്ട്. അടുത്ത മാസം വരുമ്പോൾ അത് കഴിയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണേ. പക്ഷെ എനിക്ക് തോന്നുന്നു കൂട്ടത്തിലുള്ളവർക്ക് ഇങ്ങനെ സ്വാപ്പ് ചെയ്യാനും ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ട്രാഫിക് ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ചെയ്ത് തരുകയും ചെയ്യും. അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫ്ലെക്സിബിൾ ആണ് ചൈൽഡ് കെയർ. ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചൈൽഡ് കെയറും പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ കൂടെ തന്നെ ഉള്ളവരും മിക്കവർക്കും ചൈൽഡ് കെയർ ഉള്ളവരാണ്. അപ്പോൾ അവർ 1-1.5 വർഷമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടിയുടെ സമയമാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് സ്വാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ 10-15 ആൾക്കാരുടെ അടുത്തുണ്ട്, അപ്പോൾ മലയാളികൾ മാത്രം. അപ്പോൾ ഇന്റേണലി ട്രാഫിക് ഓഫീസിൽ പറയാണ്ട് തന്നെ നമുക്ക് തന്നെ സ്വാപ്പ് ചെയ്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ചൈൽഡ് കെയർ എന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ ഒരു നമുക്ക് ഇന്റേണലി മീൻസ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മൾ വേറൊരാളായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിന് പറയും. ഇനി അതല്ല പെട്ടെന്ന് ഇൻ കേസ് ഇനി നാളെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു സ്പെയർ ഡ്രൈവറായിട്ട് അവിടെ ഉണ്ടാവും ഒരാള്. അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടോ? അല്ല, നമ്മൾ UK ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഒരു ചോദ്യമാണ് ഈ ജോബിന് സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അത് ഏത് വീഡിയോ ഇട്ടാലും, ഇപ്പോൾ IT ഇട്ടാലും എഞ്ചിനീയറിംഗ് ഇട്ടാലും NHS ഇട്ടാലും ഡ്രൈവിംഗ് ഇട്ടാലും എല്ലാവർക്കും ഒരു കോമൺ ചോദ്യമാണ്, ബ്രോ ഇതിന് വിസ സ്പോൺസർ കിട്ടുമോ? ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇതേപോലെ തന്നെ അന്വേഷിച്ചിരുന്നു. അപ്പൊ മാനേജറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ സംസാരിച്ചപ്പോ അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല. അപ്പൊ അവര് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഇവരുടെ എന്തോ HR അങ്ങനെ എന്തോ ടീമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഡ്രൈവേഴ്സിന് അവർക്ക് സ്പോൺസർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു.
പക്ഷെ ആസ് എ ബസ് ഡ്രൈവർ റെസ്പോൺസിബിലിറ്റി ഇല്ല. കിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ബസ് ഡ്രൈവറായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറാൻ എളുപ്പം ഉണ്ടാവില്ല. ഒരു ഇന്റേണൽ വേക്കൻസി നമുക്ക് പെട്ടെന്ന് അറിയാൻ പാടില്ലേ? വേക്കൻസിയോട് അതുപോലെ തന്നെ അവിടെ ഇതുപോലെ തന്നെ ട്രെയിനിങ് ആയിട്ടുള്ള ഇതിൽ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ബാക്കി അവർ ട്രെയിൻ എടുക്കുന്നുണ്ടല്ലേ? അവര് നമ്മുടെയൊക്കെ അവിടെ അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ജാനുവരിക്ക് ആകുമ്പോൾ ഇപ്പൊ എല്ലാ കൊല്ലം ജാനുവരിയിലെ ഒരു അപ്രന്റീസ്ഷിപ്പ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്രന്റീസ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ഡയറക്റ്റ് കയറുകയാണെങ്കിൽ ചിലപ്പോൾ സാലറി കുറവായിരിക്കും. കാരണം അല്ല ഇപ്പൊ ഞങ്ങൾക്കൊക്കെയുള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എഞ്ചിനീയറിംഗ് അപ്രന്റീസ്ഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കറന്റ് എത്ര ശമ്പളം ഉണ്ടോ അതേ ശമ്പളത്തിൽ കയറാം. അതന്നെ കിട്ടും. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ അപ്ലൈ ചെയ്ത് കയറുമ്പോൾ ചിലപ്പോൾ അപ്രന്റീസിന്റെ മിനിമം വേജ് ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മള് അങ്ങനെ മാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേജ് തന്നെ കിട്ടുന്നതാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ മലയാളികൾക്കും അത്യാവശ്യം ഇപ്പോൾ ഒത്തിരി മലയാളികളുള്ളതുകൊണ്ട് ഇവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ മോസ്റ്റ്ലി പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും 2 സ്മോൾ അടിക്കുന്ന ടീംസ് ആയിരിക്കും. അപ്പം അത് ഈ ജോലിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും? അല്ല, നമുക്ക് അങ്ങനെ ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റാൻഡായിട്ട് മിക്കപ്പോഴും അവിടെ ആൽക്കഹോൾ ഡ്രഗ് ടെസ്റ്റിങ് നടക്കുന്നുണ്ട്. അപ്പം ഇൻ കേസ് എങ്ങനെ നമ്മൾ കഴിച്ചിട്ടാണ് വന്നെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി പോകും. അപ്പോൾ റിപ്പോർട്ടും ചെയ്യാം. ഡ്രൈവിംഗ് ബാൻ ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, അതിന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ 10 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരാള് വെളുപ്പിനെ 4 മണി വരെ കുടിച്ചിട്ട് കയറുക എന്നുള്ള ആ ഒരു കണ്ടീഷനിലെ പ്രശ്നമുണ്ട്. അതല്ല ഇപ്പം രാവിലെ നമുക്കൊരു 8 മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നെങ്കിൽ ഒരു ലിമിറ്റിലൊക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെയാണ്. അവിടെ ചെന്ന് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾ ടെസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് അത് പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂറോടെ ഇരിക്കാൻ പറയും. എന്നിട്ട് വീണ്ടും 1 കൂടെ എടുക്കും. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് വരാം. അതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വാർണിംഗ് ആണത്. ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ ഇവരൊരു എന്താ പറയുക ഒരു വാർണിംഗ് തന്നു കൊടുത്തു. പക്ഷേ ഡ്രഗ്സിനാണെങ്കിൽ വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ടെസ്റ്റ് വരുമ്പോൾ. ഇത് അവരിപ്പോൾ ഒരാളെ കണ്ടിട്ട് നീ ഇന്നലെ കള്ളു പിടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ടെസ്റ്റ് ചെയ്യല്ല. അങ്ങനെയല്ല ടെസ്റ്റിങ്. ഇത് റാൻഡം ലോട്ടറി പോലെയാണ്, പിക്ക് ചെയ്യണം. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇന്ന ദിവസം ഇപ്പം ചിലപ്പം ഇന്ന് എൻ്റെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് നാളെ ചിലപ്പോൾ എനിക്ക് നാളെ വീണ്ടും ചാൻസ് ഉണ്ടാവും. കാരണം എനിക്ക് 2 ദിവസം ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞു എനിക്ക്. പക്ഷെ 1 മാസത്തിൽ 2 ദിവസം ടെസ്റ്റ് വന്നു. ഇല്ല, അതാ പറഞ്ഞു ഈ റാൻഡം പിക്കാണത്. അതിപ്പം ഇവിടെ നിന്ന് അത് നമ്മുടെ ഡിപ്പോയിൽ പോലും അല്ല എൻ്റെ കൺട്രോള്. നമ്മുടെ ഡിപ്പോയിലേക്ക് മെയിൽ വരാണ് ഇന്ന ആള് എംപ്ലോയി നമ്പറിലുള്ള ഇന്ന ആളെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഹെഡ് ഓഫീസിൽ നിന്ന് രാവിലെ റാൻഡം പിക്ക് പറഞ്ഞാണത്. അപ്പോൾ അതിപ്പം ഇന്ന് ടെസ്റ്റ് ചെയ്ത് നാളെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയണ പോലെ ഒരു നമുക്ക് 30 ml വരെ കുഴപ്പമില്ല. അതല്ല ലീഗൽ ലിമിറ്റിന്റെ മേളത്തെ കമ്പനി ലിമിറ്റ് 20 അത് പലയിടത്തും പല ഇതാണ്. അപ്പോൾ ഇതിനകത്ത് അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ രാവിലെ ഡ്യൂട്ടി ഉള്ളവർ 1 മണിക്കൂർ അല്ല 2 മണിക്കൂർ മുന്നേരെ കള്ളു പിടിച്ചിട്ടൊന്ന് കയറി ചെന്നാൽ അത് നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരു പബ്ലിക് സർവീസാണ്. മീൻസ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. ഏറ്റവും എന്തും കാഷ്വാലിറ്റീസ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ അത്. ഓക്കെ. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ഡ്രഗ് ടെസ്റ്റ്? നമ്മുടെ ബ്ലഡ് എടുത്തിട്ടാണോ അതെയോ എങ്ങനെയാണ്? സലൈവ, മറ്റേ ബ്രീത്ത് അനലൈസർ, പിന്നെ നമ്മുടെ സ്വെറ്റ്, നെക്കിൻ്റെ ബാക്ക്, ചെവിയുടെ അവിടെ നിന്നൊക്കെയുള്ള സ്വാബ്സ് എടുക്കും. ഓക്കെ. സ്വാബ് ടെസ്റ്റാണ്. സ്വാബ് ടെസ്റ്റും ബ്രീത്ത് അനലൈസറുമാണ്. ഓക്കെ. ഇപ്പം ഇനിയിപ്പോൾ നമ്മളെന്താണെങ്കിലും ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഫീൽഡ് പറയുമ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഇപ്പം ഒത്തിരി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെതിരെ ഒത്തിരി പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വൈഫിക്ക് ആണെങ്കിലും ഇപ്പോൾ നാട്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പോയിട്ട് തോറ്റിട്ട് ഇപ്പോൾ ഭയങ്കര പാടാതിങ്ങനെയാണ് പറയണത്. ശരിക്കും ആ നിയമങ്ങൾ നല്ലതാണോ? അത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, ആ നിയമം നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റൂൾസിന്റെയും ഇതിലൊന്നും പോലെ ആയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇവിടുത്തെ പോലെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവണമെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിലെ ലൈസൻസ് എന്താണ് നമുക്ക് 1 വർഷം ഓടിക്കാൻ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്? നാട്ടിൽ ഇവിടുത്തെ അത്രയും ഉള്ള ഡ്രൈവിംഗ് ക്വാളിഫിക്കേഷൻ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത്. അല്ല, ഞാനും ഈ പറഞ്ഞ പോലെ ഒരു 4-5 കൺട്രീസിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് തന്നെയാണ്. കാരണം നാട്ടിൽ ഇപ്പോഴൊക്കെ വഴിയൊക്കെ ആയിട്ടുണ്ട്. നാട്ടിൽ പറഞ്ഞാൽ നിയമമില്ല, വഴിയില്ലായിരുന്നു ആദ്യം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു എന്താ പറയുക ഈ ആലോചിച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു പണിയാണ് നമ്മൾ ചെയ്യണത്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് ചിന്തിച്ച് ചെയ്യാനുള്ള സമയമില്ല. ഒരാൾ പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കാൻ പറ്റും, ഞാൻ എന്താ ചെയ്യേണ്ടത്, ബ്രേക്ക് പിടിക്കണം അതോ സൈഡിലേക്ക് ഒതുക്കണം. കാരണം അതിന് മുമ്പ് നമ്മൾ ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് നമ്മളായിട്ട് തന്നെ നമുക്ക് മീൻസ് ഡെത്ത് സംഭവിക്കുക, നമ്മളൊരു ഗ്രൂപ്പിലേക്ക് കൊണ്ട് ഒരു സംഭവം ഇടിച്ചു കയറുകയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് മൊത്തമായിട്ട് വേണമെങ്കിൽ എന്താ. അപ്പോൾ ഇങ്ങനെ കാഷ്വാലിറ്റീസ് കൂടുതൽ ഉണ്ടാകാൻ പറ്റിയൊരു സംഭവമാണിത്. അപ്പോൾ ഇതിന് പ്രോപ്പർ ട്രെയിനിങ് തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം.
അതെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ക്വാളിറ്റി ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ പോലെ റൂൾസ് ആണെങ്കിലും നാട്ടിലെ അതുപോലെ റൂൾസും കാര്യങ്ങളും വന്നാലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദുബായ് ലൈസൻസ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാം. ദുബായിൽ വേറൊരു കാര്യങ്ങൾ, അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വണ്ടി ദുബായിൽ. അതാണ് ഇവരിവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇതേ രീതിയിൽ ഇതേ ഓൾമോസ്റ്റ് സെയിം വണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഇവിടെയുള്ള പല വണ്ടികളും നാട്ടിലും ഉണ്ട്. അത് ഓടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇന്റർനാഷണലി ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു ഡ്രൈവിങ്ങിന്റെ രീതി കുറച്ച് ക്വാളിറ്റി തന്നെ. ശരിക്കും നമ്മുടെയൊക്കെ ഹൈസ്കൂൾ മുതലേക്ക് അതിനെ പറ്റിയിട്ട് ബേസിക് പഠിപ്പിച്ചു വരണം. അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞ നാട്ടിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നാട്ടിൽ ഉപയോഗിക്കണില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ സീബ്ര ക്രോസിംഗിൽ ഒരാളെ കണ്ട പെഡസ്ട്രിയൻസിനാണ് മുൻഗണന നമ്മൾ നാട്ടിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത് എല്ലാ ഇതുണ്ടോ? പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പെഡസ്ട്രിയൻസിന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നിർത്തി കൊടുക്കുക അല്ലേ? നാട്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഞാനും പോയതാ. ഞാൻ പെഡസ്ട്രിയനോടെ ഞാൻ രണ്ട് നിർത്തി കഴിഞ്ഞപ്പോ ബാക്കിൽ നിന്ന് തെറിയും ഒച്ചപ്പാടും ഇതേ പ്രശ്നം എനിക്ക് ഓണടി. അപ്പൊ ഞാൻ ഓക്കെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ നിർത്തി. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി നിർത്തണേ ഇല്ല, അതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന പുറമുള്ള ഹോൺ അടിക്കാണ്. എന്ത് സംഭവിച്ചു ഞാനങ്ങ് നിർത്തി. ഏറ്റവും എനിക്ക് സങ്കടം വന്നത് അതല്ല, ഈ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവരെല്ലാവരും നോട്ടം ഇങ്ങനെ നോക്കി, ഇവനെന്ത് പൊട്ടണ ഇവനെ നിർത്തി തന്നെ. അതായത് അതുപോലും അറിയില്ല നമ്മൾ. ഞാൻ ഇവിടെ ഒരു കൊല്ലം വണ്ടി ഓടിച്ചിട്ട് നാട്ടിൽ ചെന്ന് നോക്കി എയർപോർട്ടിൽ തന്നെ ഞാൻ വണ്ടി എടുത്തു. നാട്ടില് വണ്ടി ഓടിക്കാനുള്ള ഇതീ കൊണ്ട് എയർപോർട്ടിൽ വണ്ടി എടുത്ത് നമ്മുടെ കൊച്ചിയിൽ എയർപോർട്ട് ഇറങ്ങുമ്പോൾ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ റൈറ്റിൽ നിന്ന് വണ്ടി വന്നപ്പോൾ വണ്ടി നിർത്തി അവിടെ ഇരിക്കുക. റൈറ്റിൽ നിന്ന് പ്രയോറിറ്റി കൊടുക്കണല്ലോ. അപ്പോൾ അപ്പാപ്പനും അനിയത്തിക്ക് വണ്ടി ഇരിക്കുക. ചേട്ടാ എന്തിനാ ഇവിടെ നിർത്തുന്നത്? വണ്ടി എടുത്തോണ്ട് പോകുന്നില്ല. എനിക്കൊന്ന് മറ്റേ ക്രിക്കറ്റിൽക്കാരൻ മറ്റേ ബെൻ സ്റ്റോക്സ് ഇല്ലേ, ബെൻ സ്റ്റോക്സ് നമ്മുടെ റൗണ്ട് ബോട്ടിന്റെ ഒരു വീഡിയോ ഇതുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ റൗണ്ട് ബോട്ട് ഇവിടുത്തെ റൗണ്ട് ബോട്ടിനെ പറ്റി ഒരു വീഡിയോ ബെൻ സ്റ്റോക്സ് ഇട്ടുണ്ടായിരുന്നു. അവൻ ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ പേടിച്ചിട്ട് ഓട്ടോറിക്ഷക്കാരൻ സാധാരണ റൗണ്ട് ബോട്ടിൽ നമ്മൾ നിർത്തി റൈറ്റിൽ നിന്ന് വണ്ടി പോയി കഴിയുമ്പോൾ എടുക്കണ്ടേ. അപ്പോൾ ബെൻ സ്റ്റോക്സ് ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഓട്ടോറിക്ഷക്കാരെ അതൊന്നും നോക്കണ്ട, ഇവിടുന്ന് വണ്ടി വരണം നേരെ കയറ്റിയിട്ട് ഇവിടുന്ന് കുറച്ചെടുത്തുകൊണ്ട് പോവാം. ബെൻ സ്റ്റോക്കിൽ നിന്ന് പേടിച്ചിട്ട് ഇങ്ങനെ പറയാണ് ഇതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലുള്ള ശ്രദ്ധ റൗണ്ട് ബോട്ടും ക്രോസ് ലൈനും എല്ലാം ഇപ്പൊ യെല്ലോ ബോട്ട്സ് ഒക്കെ ആണെങ്കിലും വരുന്നുണ്ട്. പക്ഷെ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഡ്രൈവർമാർക്ക് അറിയത്തില്ല. ഹസാർഡിലായിട്ട് എന്താണെന്ന് അറിയില്ല. അറിയാം നാട്ടില് ഞാൻ ആ ഒരു ജംഗ്ഷനിൽ ഒരു പ്രാവശ്യം ഒരു ടാക്സിയിൽ പോകുന്ന സമയത്ത് ഹസാർഡ് ക്രോസ് ജംഗ്ഷനിൽ ഇങ്ങനെ വണ്ടി നിർത്തിയേക്കാണ്. ആൾ നോക്കുക ഹസാർഡ് ഇട്ടാണ്. അവൻ എന്ത് പറ്റി? അല്ല നമ്മൾ നേരല്ലേ പോകണം. നേരെ പോകണത്തില്ല, ഹസാർഡ് എന്തിനാ? നമ്മുടെ നാട്ടില് ഫോർ സൈഡ് എന്നാ പറയണേ. പിന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ആ ബോക്സ് ടെൻഷൻ വരച്ചിട്ടാണ് അതിനെ പറ്റി ഒരു ടിക്ടോക്കിൽ ചെയ്യുന്നുണ്ട്. പലരോടും വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്തിനു ക്രോസ്. പലർക്കും അറിയില്ല. അത് കുറെയൊക്കെ നിയമങ്ങൾ അപ്ഡേറ്റ് ആക്കിയിട്ട് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കണം നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഇത് കാരണം വെച്ചാൽ ഈ പപ്പി പറഞ്ഞ പോലെ നമ്മുടെ ലൈസൻസ് ലോകം മൊത്തം നമ്മുടെ മീൻസ് ഇന്ത്യൻ ലൈസൻസ് ലോകം മൊത്തം ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച് ആ ഒരു ഡ്രൈവിംഗ് കൾച്ചർ വന്നേ പറ്റുള്ളൂ നമുക്ക് ശരിക്കും. അല്ല, ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അതാണ് വ്യത്യാസം. നമ്മൾ റോഡ് റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ നാട്ടിലിപ്പം ഇവിടെ നമ്മൾ നിയമങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ 20 ഒരു 12 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അവൻ തിയറി പാസ്സായി. ഇവിടെ അങ്ങനെയല്ലല്ലോ. മാത്രമല്ല അവിടെ നമുക്ക് ടെൻഷനോ നമുക്ക് പേടിയില്ല, ഇത് കൂടുതലൊന്നും വരാനില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ നമുക്കൊരു പേടി, ലൈസൻസ് പോകുമല്ലോ, നമ്മുടെ ലൈസൻസ് പോകുമല്ലോ കിട്ടിക്കഴിഞ്ഞാലൊക്കെ. കാരണം എന്തെങ്കിലും സസ്പെൻഡ് അല്ലെങ്കിൽ അങ്ങനെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങണം. അതായത് വീണ്ടും പ്രൊഫഷനിലേക്ക് പോകണം. ഇപ്പൊ ഈ എന്താണ് വണ്ടി നമുക്ക് ലൈസൻസ് കിട്ടി 2 കൊല്ലത്തിനകത്ത് നമ്മള് 6 പോയിന്റ് നമ്മുടെ 12 കഴിഞ്ഞിട്ടാണ്. 2 കൊല്ലത്തിനകത്ത് 6 പോയിന്റ് കളക്ട് ചെയ്യാൻ ലൈസൻസ് ക്യാൻസൽ ആണ് ഇവിടെ. നമ്മള് വീണ്ടും ഒരു ക്യാമറ അടിച്ച 3 പോയി. ഒരു സ്പീഡ് ക്യാമറ അടിച്ച 3 പോയിന്റാണ്. 3 പോയിന്റ്. അതല്ല, പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഒരു വണ്ടിയിൽ ഒരു കള്ളത്തരം കാണിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ വരെ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുക. അളിയാ നീ വണ്ടി എടുക്കണ്ട, നിനക്ക് ലൈസൻസ് ആയിട്ടില്ലല്ലോ, എന്തെങ്കിലും ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കൂല. പക്ഷെ നാട്ടിലെന്താ പറയണം, ഒരാളെ കൊന്നാലും പ്രശ്നമില്ല, നീ വന്നോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള എക്സ്ക്യൂസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ലീഗലാണെങ്കിൽ നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. അതേസമയത്ത് നമ്മൾ ലീഗൽ അല്ലാത്തൊരു കാര്യം ചെയ്യുന്നെങ്കിൽ നമുക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല അവിടെ. ഈ പറഞ്ഞ ഞങ്ങളുടെ ഇതിനകത്ത് തന്നെ പറയാം, ഒരു ഇഷ്യൂസ് വന്ന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവനെ വിടും. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ കമ്പനി തന്നെ ഇതുണ്ട്. നമ്മുടെ മാനേജേഴ്സ് അവരൊക്കെ ആയിട്ട് ഡയറക്റ്റ് ട്രാഫിക് കൺട്രോൾ അല്ല മീൻസ് ഇവിടുത്തെ ട്രാഫിക് DVL ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട് ഇവിടുത്തെ യൂണിയനായിട്ട്. പക്ഷെ നമ്മൾ ചെയ്തത് ലീഗലി അല്ല, അല്ലെ നമ്മൾ ചെയ്തേക്കണ റോങ് ആണെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് നമുക്കിവിടെ ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സഹിച്ചേ പറ്റുള്ളത്.
അല്ല ഇവിടെ റീസെന്റ് ഒരു 2 മാസം മുമ്പ് ഒരു മലയാളി പയ്യനെ 8 വർഷത്തിലിട്ട് ജയിലിലിട്ടിട്ടുണ്ടായിരുന്നു. ന്യൂസ് വായിച്ചായിരുന്നു. അതായത് വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അവന് വണ്ടി ഇടിച്ചു. പക്ഷെ ആ വണ്ടി ഇടിച്ചതൊന്നും പ്രശ്നമില്ല. അവൻ ആ കേസ് മറച്ചു വെക്കാൻ നോക്കി. വണ്ടി ഇടിച്ചിട്ട് പോയി, അവൻ ടർപ്പ് ഇട്ടിട്ട് ആ വണ്ടി മൂടി മറിച്ചിട്ടു. ലാസ്റ്റ് ഇപ്പൊ 8 വർഷത്തേക്ക് ഇട്ടേക്കുവാണ്. പിന്നെ അതുമല്ല, ഇവിടേക്ക് ഒരു പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിലോട്ടാ പോണേന്ന് തന്നെ നമുക്ക് അറിയാൻ സമയം. പോലീസ് പിടിക്കുന്നതിൻ്റെ അല്ല അത്ര വലിയ ഇൻസിഡന്റ് ഒന്നും അല്ല. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അവിടെ തന്നെ വണ്ടി ചെറുതായിട്ട് അവിടെ എടുക്കുന്ന സ്ക്രാച്ച് ആയി വിചാരിക്കുക. നമ്മൾ പോകുന്ന വഴിക്ക് രാത്രിയിലേക്ക് ഓടിച്ചു പോകുന്ന സൈഡിൽ ജസ്റ്റ് സ്ക്രാച്ച് നമ്മൾ നോക്കും. മറ്റേ വണ്ടിയുടെ ചിലപ്പോൾ ഒരു ചെറിയ ലൈനൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാണ്ട് പോകും. പക്ഷെ ബൈ ചാൻസ് ആ വീടിന്റെ വാളൊക്കെ കിടക്കുന്ന വണ്ടിയെ സ്ക്രാച്ച് ആയത് വീട്ടുകാർ കണ്ടിട്ടുണ്ടാവും. ഇവൻ കമ്പനി വിളിച്ചു പറയും. അപ്പോൾ പിന്നെ ഇവർ CCTV നോക്കും. CCTV നോക്കും ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. നമുക്കൊരു 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇൻ കേസ് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ എംപ്ലോയറിന്റെ അടുത്ത് കള്ളം പറഞ്ഞു, നമ്മൾ കള്ളം പറഞ്ഞു നമുക്ക് 24 മണിക്കൂർ സമയം തരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വരെ ആക്ഷിപ്പം ചിലപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം ആ വണ്ടിയിൽ സ്ക്രാച്ച് അയക്കണത് അയാൾ അറിഞ്ഞിട്ടും കൂടെ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ എംപ്ലോയീസിനോട് കമ്പനി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ടാക്കി അവിടെ റിപ്പോർട്ട് ചെയ്യുക. കാരണം അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്താൽ കൊടുക്കണം. വലിയ റൂളുമാണ്. ഡിവൈലെ റൂളാണ്. ഡിവൈലെ നമുക്ക് ഇതിനകത്ത് എക്സാമിനകത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വണ്ടി ആളില്ല, വണ്ടി ഇടിച്ച് പോയി, നമ്മൾ പോയി, അത് കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള നിയമമുണ്ട്. അതല്ലാണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട നമ്മളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അത് ലീഗലി അത് വലിയൊരു പ്രശ്നമാകും. ശരിക്കും അവർക്ക് ചീറ്റിങ്ങിന് വരെ കേസ് എടുക്കാമല്ലോ. നമ്മൾ ശരി ചീറ്റിയല്ലേ ചെയ്യണം. നമുക്ക് സംഭവം ഉണ്ടായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല മാത്രം നമുക്ക് ഇപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാണ്ട് മറച്ചു വെച്ച കാര്യം. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ സപ്പോസ് നമ്മൾ വണ്ടിയാകുമ്പോൾ തട്ടുമുട്ടും സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്യൂച്ചർ എഫക്ട് എങ്ങനെയാണ്? നമ്മൾ ആ വണ്ടിക്ക് നമ്മൾ കാശ് മുടക്കി ചെയ്തു കൊടുക്കണോ? ഒന്നും ചെയ്യണ്ട. നമ്മള് ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ വണ്ടിയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കമ്പനിയാണ് നോക്കുന്നത്. നമ്മള് ജോബിന്റെ അകത്ത് സംഭവിക്കുന്ന കമ്പനിയാണ് നോക്കുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ വണ്ടി ഇടിച്ചാണെങ്കിൽ ഇപ്പൊ ഇടിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുക, അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുക, ഡിപ്പോയിൽ വരാ റിപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അത് നമ്മുടെ ബാധ്യത. പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞേക്കുന്നത് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായെടുത്ത് വെച്ചിട്ട് മാക്സിമം ഫോട്ടോസ് നമ്മുടെ ഫോണിൽ എടുക്കുക. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പിന്നെ ആ പ്രശ്നമായിട്ട് തീർന്നു. പിന്നെ കമ്പനി മാത്രമായിട്ട് ഇൻഷുറൻസും ഇതിന്റെ ഈ പറഞ്ഞ പോലെ ആരുടെ മിസ്റ്റേക്ക് ആണെന്ന് നമ്മുടെ വണ്ടി 4 സൈഡിലും അകത്തൊക്കെ CCTVs ഉണ്ട്, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ഒരു ട്രെയിനിങ് വരും. അതെ, വീണ്ടും ട്രെയിനിങ്ങിന് വിടുക തന്നെ. അത്രേ ഉള്ളൂ. നമ്മളെ അങ്ങനെ ടെൻഷനാക്കിയോ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരാദ്യം ചോദിക്കണം, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവരാദ്യം ചോദിക്കണം നിങ്ങൾ സേഫ് ആണോ ചോദിക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിരുന്നു ഒരു ഇൻസിഡന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ഒരു പാസഞ്ചറിനെ ഇറക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടേക്കാം. പാസഞ്ചർ ഇറങ്ങി, ആള് കയറി, അവൻ ഡോറ് ക്ലോസ് ചെയ്തിട്ട് വണ്ടി സ്റ്റേഷനറിയാണ്, വണ്ടി മൂവ് ചെയ്തിട്ടില്ല. ആ സമയത്ത് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു കാറ് സ്കിഡ് ചെയ്ത് വന്നിട്ട് നേരെ ബസ്സിലേക്ക് ഒന്ന് കയറി. മീൻസ് ആൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ അവൻ ക്യാബിനിൽ സ്റ്റക്ക് ആയിപ്പോയി. അവൻ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിൽ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. പാസഞ്ചേഴ്സിനെ എമർജൻസി ഡോർ വഴി തുറന്നിട്ട് പാസഞ്ചേഴ്സ് ഒക്കെ ഇറങ്ങി. അപ്പം തന്നെ ഡിപ്പോയിൽ വിളിച്ച് പറഞ്ഞ് ഫയർഫോഴ്സ് വന്നു, പോലീസ് വന്നു, എല്ലാവരും വന്നു. കാര്യം അവന്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക്. അവൻ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടേക്കുന്ന വണ്ടിയാണ്, അതിനകത്തേക്ക് ഒന്ന് കയറിയതാണ്. ആള് ഡ്രങ്ക് ആയിരുന്നു. ആള് ഇപ്പൊ തന്നെ വണ്ടി നിർത്തിയിട്ട് വണ്ടിന്ന് ഇറങ്ങി ഓടി. കാരണത്തുണ്ടായ ആള് ഇറങ്ങി ഓടി. എന്നിട്ട് ഇവനപ്പം തന്നെ ഡിപ്പോയിൽ വിളിച്ചു, പോലീസിനെ വിളിച്ചു, അവരൊക്കെ വന്നു, ആംബുലൻസ് വന്നു. ഇവനെ പുറത്തെടുത്ത് ചെക്ക് ചെയ്തു. ഇവന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. എല്ലാം ചെക്ക് ചെയ്ത് അവനെ വിട്ടു. ബസ് വേറെ പിക്കപ്പ് വന്ന് ബസ് എടുത്തിട്ട് വന്നു. പിന്നെ അതിനെപ്പറ്റി അവനെ ബോധർ ചെയ്യേണ്ട യാതൊരു കാര്യവും വന്നിട്ടില്ല. ഇൻസിഡന്റ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അവിടെ ഒരു വെൽബീയിങ്ങിന്റെ ഒരു ഇതുണ്ട്, നമ്മുടെ സ്റ്റാഫ് സപ്പോർട്ടിനുള്ള ഒരു ഉണ്ട്. പുള്ളി വിളിച്ചവനോട് സംസാരിച്ചു, നീ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, മെന്റലി നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. പെർഫെക്റ്റ് ആണ്, ഓക്കെ കുഴപ്പമില്ല, ഇന്നത്തെ ഓഫ് എടുത്തോളാൻ പറഞ്ഞു. കാരണം കമ്പനിയുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. ഇപ്പം നമ്മൾ ലീഗലി ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കമ്പനിയിൽ നിന്നുണ്ട്. അയാളവിടെ നമ്മുടെ ഫ്രണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന വണ്ടിയാണ്, അതിലേക്കാണ് അങ്ങനെ കാറ് വന്നടിച്ചത്. അത് ആരെല്ലാം ചേസ് ചെയ്ത് വന്നാണ്, മോഷ്ടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല കേട്ടോ. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആ വണ്ടിക്ക് നല്ല ഹിറ്റായിട്ടേ ഫ്രണ്ട് മൊത്തം പോയി, ഫ്രണ്ട് വിൻസ്ക്രീൻ എല്ലാം പോയി. മറ്റേ നമ്മുടെ ഡ്രൈവേഴ്സ് ക്യാബിനിലെ ഡോറില്ലേ, അതുവരെ ചളങ്ങിപ്പോയി. അത് വെട്ടിപ്പൊളിച്ചെടുക്കുമായിരുന്നു. വന്ന് കട്ട് ഇതാക്കി. ആള്
പ്രശ്നമൊന്നുമില്ല. അവന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവന് അതിനെ പറ്റി നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ എന്തോരം നടക്കണം. പക്ഷെ ഇവിടെ കോടതി പോലീസ് ബാക്കി ഒരു CCTV വെച്ച് നോക്കിക്കോളൂ എന്താ സംഭവം. ആ പ്രശ്നം അവിടെ തീർന്നു. അവൻ വന്നു, അവൻ ഓഫ് എടുത്ത് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വന്നു. അവനൊരു കൗൺസിലിംഗ് പോലെ അവനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ, പേടിച്ചോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, ഓക്കെ ആണോ. നമുക്ക് ഒരിക്കലും ജോലിയുടെ ഭാഗത്ത് നമുക്ക് പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവരൊന്നും നമ്മൾ കാണണമെന്നില്ല അല്ലേ. എന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കാണ് നമ്മളവരെ പോയി കാണുന്നത്. നമ്മളല്ലാണ്ട് അവരെ വിളിച്ചു നീ അത് ചെയ്തില്ലല്ലോ, നീ ഇത് ചെയ്തില്ലല്ലോ. അതാണ് കേട്ടോ മെയിൻ അഡ്വാൻറ്റേജ്. അതാണ് നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഇപ്പം ഞാനൊക്കെ ഇവിടെ വന്നിട്ട് പല ജോലിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ CCTV വരെ ആൾക്കാരിങ്ങനെ നോക്കി അത് ആര് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലീഡർ നമ്മൾ തന്നെയാണ്. നമ്മൾ ആ ബസ്സിന്റെ നമ്മൾ പറയില്ല, ബസ്സിന്റെ മെയിൻ ആണ് നമ്മളാ. ആ ബസ്സിന്റെ A to Z പിന്നെ നമ്മളാ നോക്കണേ. വൺസ് നമുക്ക് ഡ്യൂട്ടി ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ബസ്സുമായിട്ട് നമ്മളോട് പോവാ. പിന്നെ നമ്മളാണ് അവിടുത്തെ രാജാവ്. പിന്നെ വളരെ അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ എല്ലാ മൂവ്മെൻറ്റും ഓഫീസിൽ അറിയാം. നമ്മുടെ വണ്ടി ഏത് രീതിയിൽ പോകുന്നു, എവിടെ പോകുന്നു, എത്ര മിനിറ്റ് ലേറ്റ് ആയിട്ട് റൺ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണാം. ട്രാഫിക് ഓഫീസിൽ കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന എനിക്കറിയാവുന്ന കാര്യമാണത്. അപ്പം ഇൻ കേസ് എന്താ പറയണേ, അതിനൊരു പരിധിക്ക് മേളിലാണെന്ന് ചിലപ്പോൾ ട്രാഫിക് ഓഫീസിൽ നിന്ന് നമ്മുടെ ടിക്കറ്റ് മെഷീനിലേക്ക് മെസ്സേജ് വിടാം. ആ മെസ്സേജ് നമുക്ക് വായിക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻ കേസ് അങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം പറയുന്നത് പ്ലീസ് കോൺടാക്ട് ട്രാഫിക് ഓഫീസിനായി. കാരണം ഈ ഒരു ഷെഡ്യൂൾ അത്രയും ലേറ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ അവർ പറയും ഒന്നെങ്കിൽ അതിനൊരു ഓപ്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു A to B നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ടൈം മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതെല്ലാം വെച്ചാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ എടുക്കുള്ളൂ. ചിലപ്പോൾ എടുക്കില്ല. അല്ല ഒട്ടുമിക്ക അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ വേറെ ഇപ്പം വൈകുന്നേരം വന്നാലും ക്യാഷ് ആണെങ്കിലും മെഷീനാണ്. ക്യാഷ് വന്ന് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, നമ്മൾ എത്ര ക്യാഷ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മള് ഓഫീസിൽ പോലും കയറില്ല, നേരെ ബസ് നിർത്താൻ ഇറങ്ങി വരാ, മെഷീനിലേക്ക് പോവാ, എത്ര കാശ് നമുക്ക് റിപ്പോർട്ട് എടുക്കുക, എത്ര കാശുണ്ടോ ആ കാശ് ഇട്ടിട്ട് വീട്ടിൽ പോവാ. ആരെയും കാണാനില്ല. നമ്മള് പിന്നെ ഇത്ര ആൾക്കാർ മാത്രം അവിടെ വട്ടം കൂടി വർത്താനം പറഞ്ഞിരിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളെയും നമ്മൾ കാണോ നീ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യണമെന്നോ ഒന്നുമില്ല. നാട്ടിലെ പോലെ ഇന്ന് തന്നെ കളക്ഷൻ കുറഞ്ഞു പോയി, നീ ആളെ കേട്ടില്ലേ, ഒരു പരിപാടി ഇല്ല. ചിലപ്പൊക്കെ 16 മറ്റേ റൂട്ടൊക്കെ ചെയ്യുമ്പോ 8 പോണ്ടോ 7 പോണ്ടൊക്കെ ഒരു ദിവസത്തെ കളക്ഷൻ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഒരു ദിവസം. കാരണം ആ റൂട്ടിൽ ആരല്ല, കുറച്ച് പ്രായ ആൾക്കാർ മാത്രം. ഗവൺമെന്റ് ഫണ്ട് റൂട്ട്. നമ്മള് ആ ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ നിയമം വെച്ചിട്ട് ഈ കൊമേഴ്സ്യൽ ട്രിപ്പ് ഇപ്പം ഞങ്ങൾക്ക് 2 ടൈപ്പ് ഇതാണല്ലോ. ഒന്ന് കൊമേഴ്സ്യലും ഉണ്ട്, ഫണ്ടഡും ഉണ്ട്. കൊമേഴ്സ്യൽ ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫണ്ടഡ് റൂട്ട്സ് ഓടിയേ പറ്റുള്ളൂ. ഫണ്ടഡ് റൂട്ട്സ് ഓടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കണം. കാരണം ഗവൺമെന്റിൽ നിന്ന് നമ്മൾ ഓടിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മൾ കോട്ട എടുക്കുന്നതാണല്ലോ. ഇപ്പോൾ കമ്പനി ടെൻഡർ എടുക്കണതാണത്. ആ ടെൻഡർ നമ്മൾ എടുത്ത് അത് അറ്റ് എനി കോസ്റ്റ് ആ ട്രിപ്പ് ഓടിയേ പറ്റുള്ളൂ. വേറെ ഏത് ക്യാൻസൽ ചെയ്യാനും കുഴപ്പമില്ല. അതൊക്കെ നിസാര ഇതുണ്ടാവുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ ട്രിപ്പ് ഓടിയേ പറ്റുള്ളൂ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഒന്നും ഇപ്പം KSRTC ആണെങ്കിൽ പോലും KSRTC ആദ്യത്തെ ഒരു മാസം ഓടും, ലാഭമില്ലെങ്കിൽ അവരും നിർത്തും. അല്ല KSRTC ഒക്കെ നാട്ടിൽ ഇതൊക്കെ കണ്ട് നമ്മുടെ ടാക്സിൽ ഓടുന്ന സംഭവങ്ങൾ കുറച്ചൊക്കെ ഇത് കണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത്. കാരണം പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഓരോ ഏജ് വെച്ചിട്ട് അവർക്കുള്ള കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അവർ പഠിക്കുകയാണോ ജോലിയാണോ അത് പ്രശ്നമില്ല, ഏജ് വെച്ചിട്ടാണ് ഇവിടെ. അതുപോലെ തന്നെ 60 വയസ്സിന് പെൻഷനേഴ്സിനൊക്കെ ഫ്രീ ആണല്ലോ ഇവിടെ. അപ്പോൾ ഈ പെൻഷനേഴ്സിനും അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടാണ് വണ്ടികൾ ഓടുന്നത് ചില സമയത്ത്. ഇതെല്ലാം ഈ പബ്ലിക് കൊടുക്കുന്ന ടാക്സ് ആണ്. നമ്മുടെ നാട്ടിൽ ടാക്സ് കൊടുക്കുന്നുണ്ട്, പൈസ ഇതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ടാക്സ് പിടിക്കണമെന്ന് കുറ്റം പറയണം. പക്ഷെ ടാക്സ് പിടിച്ചാലും ഇത്ര നല്ല ഫെസിലിറ്റി തന്നെയില്ലേ. നമ്മുടെ നാട്ടിൽ ടാക്സ് പിടിച്ചിട്ട് വല്ല തന്നെ ഉണ്ടോ? നാട്ടിലിപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മിക്ക സ്ഥലത്തും റോഡിൻ്റെ നടുക്ക് വാഴയും തെങ്ങും കൊണ്ടുവന്ന് വെച്ചേക്കുക പ്രതിഷേധമായിട്ട്. വല്ല കാര്യമുണ്ടോ? അപ്പം ആ വാഴ കൊലക്കാറായെന്നല്ലാതെ വേറെ ഇവിടുത്തെ ബാക്കി എന്താ പറയണേ, ഈ ചില നമ്മൾ പല നാട്ടിലും കാണാത്ത ചില ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഈ റോഡിന്റെ സൈഡിലത്തെ പാർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറെ ഞാൻ കണ്ടിട്ടില്ല. പോയിടത്തൂടെ കേട്ടോ, ഇല്ലെന്നല്ല ഉദ്ദേശിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ റോഡാണ്, അതിന്റെ 2 സൈഡിലും വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ അതിന്റെ നടുക്കൂടെയൊക്കെ വേണം നമ്മൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഓപ്പോസിറ്റ് വരുന്നതിന്. ഇപ്പം അങ്ങനെ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്, ഇല്ലെന്ന് ഞാൻ ഈ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അത്രയും ഒരു സ്മൂത്ത് ഒന്നല്ല ഈ ജോലിയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ചില റോഡൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും കൺജസ്റ്റഡാ. വഴിയുണ്ട്, 2 സൈഡിലും പാർക്കിംഗ് വഴിയുണ്ട്, കാരണം വീതിയുണ്ട്, 2 സൈഡിലും പാർക്കിംഗ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ചില സമയത്ത് വരുന്നതിന് മണിക്കൂറോളം നമ്മള് സ്റ്റക്ക് ആയിട്ടിരിക്കാനുണ്ട്. ഞാനൊക്കെ ഒരു അരമണിക്കൂറൊക്കെ റോഡ് മീൻസ് വണ്ടി സ്റ്റക്ക് ആയിരുന്നുണ്ട്. കാരണം മുമ്പിലെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ് 2 വണ്ടികൾ, നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഇതൊട്ട് റിവേഴ്സ് എടുക്കാനും പറ്റില്ലല്ലോ. ചില ദിവസം നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ കളികളൊക്കെ ദിവസമാണെങ്കിൽ സ്റ്റക്കിങ് പിന്നെ ചില ഈ സ്റ്റേഡിയത്തിലെ കളി ഫുട്ബോൾ കളി നമ്മുടെ ഷെഫീൽഡ് വെനസ്ഡേ കളിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ അപ്പോൾ ഷെഫീൽഡ് യുണൈറ്റഡ് ബാൺസിലൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല ബ്ലോക്കാണ്.
പക്ഷെ അത് അതിനകത്തെ പാസഞ്ചേഴ്സ് അവർ ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മളൊന്നും പറയതേ, അവർക്കും കണ്ടറിയാലോ ഇത്. മിക്ക ആൾക്കാർ കാരണം ചിലർ വരുന്ന തുറന്നേക്കാം ഞങ്ങൾ ഇറങ്ങിക്കോളാന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്നൊരു ക്വസ്റ്റനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഗൈസ്, അപ്പം നമ്മളിപ്പം ഈ ഒരു ജോബിനെ പറ്റി മാക്സിമം എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ നേരത്തെ വീഡിയോയുടെ കമൻറ്റുകളാണ്. അപ്പം ഈ വീഡിയോയിലും കമൻറ്റുകൾ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ ചെയ്യാം. ഞങ്ങൾ ടൈം കിട്ടണ പോലെ ഇനിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് ചാനൽ. ബൈ.